പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ഒരിടത്ത് സമ്പന്നനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഭാര്യ മരിച്ചു പോയതിനാൽ വളരെയധികം സ്നേഹം നൽകിയാണ് അദ്ദേഹം തൻ്റെ 2 ആൺമക്കളെയും വളർത്തിയത്. പ്രായമേറും തോറും വ്യാപാരം മക്കളിൽ ആരെ ഏൽപ്പിക്കുമെന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി തുടങ്ങി. ഒടുവിൽ അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. പിറ്റേന്ന് രാവിലെ അദ്ദേഹം തൻ്റെ പുത്രന്മാരെ അരികിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പ്രായമായി, പഴയതുപോലെ എല്ലാം നോക്കി നടത്താൻ കഴിയുന്നില്ല. അതിനാൽ നിങ്ങളിൽ ഒരാൾക്ക് ഞാൻ എൻ്റെ വ്യാപാരം കൈമാറാൻ ഉദ്ദേശിക്കുന്നു. അദ്ദേഹം അവർക്ക് ഓരോ പണക്കിഴി നൽകി. എന്നിട്ട് തുടർന്നു, ഇതിൽ തുല്യ അളവിൽ പണമുണ്ട്. നാളെ ഇതേ സമയം ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ മുറി നിറയ്ക്കണം. എന്നാൽ ആ സമയം വരെയും നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് പോകാം. മൂത്ത മകൻ അപ്പോൾ തന്നെ വാങ്ങേണ്ട സാധനങ്ങളുടെ കുറിപ്പടി തയ്യാറാക്കി പുറത്തേക്ക് പോയി. ഇളയവൻ അച്ഛൻ അരികിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കാലുകൾ തടവിക്കൊടുക്കാൻ തുടങ്ങി. ഒരു ചെറു പുഞ്ചിരിയോടെ ആ പിതാവ് മയങ്ങി. പിറ്റേന്ന് പ്രഭാത ഭക്ഷണ സമയത്ത് അദ്ദേഹം പുത്രന്മാരോട് പറഞ്ഞു, അരമണിക്കൂർ മാത്രമേ ഇനിയുള്ളൂ. അവസാന ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളൂ. പുത്രന്മാർ പരസ്പരം നോക്കി. എന്നിട്ട് അവരവരുടെ മുറികളിലേക്ക് പോയി. ഒടുവിൽ ആ സമയം ആഗതമായി. പിതാവ് മൂത്തപുത്രൻ്റെ മുറിയിലെത്തി. സാധനങ്ങൾ കൊണ്ട് മുറി നിറഞ്ഞതിനാൽ തനിക്കിരിക്കാൻ പോലും സ്ഥലമില്ലെന്ന് അവൻ അഭിമാനത്തോടെ പറഞ്ഞു. ഒന്നും മിണ്ടാതെ, മുറി പരിശോധിക്കാതെ അദ്ദേഹം അവനെയും കൂട്ടി ഇളയ മകൻ്റെ മുറിയിലെത്തി. കതകിൽ മുട്ടിയ ഉടനെ അവൻ വന്ന് കതകു തുറന്നു. മുറിയുടെ മധ്യത്തിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രകാശം മുറിയുടെ ഓരോ കോണിലും നിറഞ്ഞു നിന്നിരുന്നു. പണമടങ്ങിയ കിഴി അവൻ അദ്ദേഹത്തെ തിരികെ ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തിച്ച് വിവേചന ബുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനെ ഉയർച്ചയുണ്ടാവുകയുള്ളൂ. കൂടുതലൊന്നും പറയാതെ അദ്ദേഹം വ്യാപാരം ഇളയപുത്രന് കൈമാറി. ഓർക്കുക, കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കാൻ ഓടുന്നവരാണ് നമ്മളിൽ പലരും. ഒന്ന് നിൽക്കൂ, അല്പം ചിന്തിക്കൂ. എന്താണ് ചെയ്യേണ്ടതെന്ന്, ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന്. എന്തു തന്നെയാണെങ്കിലും അനുഭവിക്കേണ്ടത് സ്വയം തന്നെയല്ലേ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലും ഒരു പുതിയ കഥയുമായി ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം.